നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തിരുവേഗപ്പുറ വിളത്തൂരിൽ വാറ്റ് ചാരായവും വാഷും പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്തു. എക്സൈസിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പട്ടാമ്പി എക്സൈസ് റേഞ്ചിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KV ഷൺമുഖനും പാർട്ടിയും നടത്തിയ പരിശോധനയിലാണ് തിരുവേഗപ്പുറ പഞ്ചായത്തിലെ വിളത്തൂരിൽ നിന്നും വാറ്റുചാരായവും ചാരായം വാറ്റാൻ പാകപ്പെടുത്തിയ വാഷും പിടിച്ചെടുത്തത്. ഇത് കൈവശം വെച്ചതിന് വിളത്തൂർ സ്വദേശി 54 വയസ്സുകാരനായ ഉണ്ണികൃഷ്ണനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇയാളിൽ നിന്നും 1.5 ലിറ്റർ ചാരായവും ചാരായം വാറ്റാൻ പാകപ്പെടുത്തിയ 18 ലിറ്റർ വാഷും ചാരായം വാറ്റാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പരിശോധനാ സംഘത്തിൽ പ്രിവന്റീവ് ഓഫീസർ AR രാജേന്ദ്രൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ TP അനിൽകുമാർ, നന്ദു, അനൂപ് രാജ്, സാം ജോസ്, K വിജയ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസറായ MM സ്മിത എന്നിവർ പങ്കെടുത്തു. തിരുവേഗപ്പുറയിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിന് തുടക്കമായി. കൊയിലാണ്ടിപ്പടി യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പയിൻ നടത്തുന്നത്. തിരുവേഗപ്പുറ കൊയിലാണ്ടിപ്പടി യൂത്ത് വിങ് സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK അസീസ് ഉദ്ഘാടനം ചെയ്തു. മയക്കുമരുന്ന് രഹിത സമൂഹത്തിനായി മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരായ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി വീടുകൾ തോറും പോസ്റ്ററുകൾ വിതരണം ചെയ്തുകൊണ്ടാണ് ക്യാമ്പയിൻ നടത്തുന്നത്. മാർച്ച് 5 മുതൽ 20 വരെയാണ് ക്യാമ്പയിൻ. ചടങ്ങിൽ വാർഡ് മെമ്പർ M അബ്ബാസ് അധ്യക്ഷനായിരുന്നു. വാർഡ് മെമ്പർ മജീദ്, മഹൽ വൈസ് പ്രസിഡന്റ് AP മുഹമ്മദ് കുട്ടി, KP ഹിഷാം, അസൈനാർ, ജലീൽ, സുഹൈൽ, അസ്കർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. നജീബ് തങ്ങൾ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ചുമർ ചിത്രകല ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടില്ലെങ്കിലും മനസ്സിനുള്ളിലെ കലയുടെ പിൻബലത്തിൽ ശ്രീജേഷ് വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് അഴകേറെയാണ്. എടപ്പാൾ വെങ്ങിനിക്കര വേന്ത്രക്കാട് അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് വഴിപാടെന്ന നിലയിൽ ക്ഷേത്ര ശ്രീകോവിലിന് മുന്നിൽ വെങ്ങിനിക്കര സ്വദേശി പാറയിൽ ശ്രീജേഷ് മ്യൂറൽ മാതൃകയിൽ അക്രലിക് പെയിന്റ് ഉപയോഗിച്ച് ചുമർ ചിത്രം വരച്ചു തുടങ്ങിയത്. അയ്യപ്പനിലുള്ള ഭക്തിയും മനസ്സിലെ കലാകാരനും പിന്തുണയേകിയതോടെ ശ്രീജേഷിന്റെ കരങ്ങൾ കൊണ്ടുതീർന്നത് മനോഹരമായ ചുമർ ചിത്രമാണ്. മ്യൂറൽ പെയിന്റിംഗിൽ മാസങ്ങളെടുത്താണ് ചുമർ ചിത്രം തയ്യാറാക്കുന്നത്. എന്നാൽ 4 ദിവസം കൊണ്ടാണ് ശ്രീജേഷ് വരച്ചത്. ചുമർ ചിത്രകല പഠിച്ചിട്ടില്ലാത്ത ശ്രീജേഷ് നിരവധി നിരീക്ഷണങ്ങൾ നടത്തിയ ശേഷമാണ് ഇത്തരം പരിശ്രമങ്ങൾ നടത്തുന്നത്. മ്യൂറൽ മാതൃകയിൽ നിരവധി ക്ഷേത്രങ്ങളിലും വീടുകളുടെ പൂജാമുറികളിലും ചുമർ ചിത്രരചന നടത്തിയിട്ടുണ്ട്. പ്രധാനമായും ആളുകളുടെ ഫോട്ടോകളും മറ്റും വരച്ചു നൽകാറുണ്ട്. ആർട്ടിസ്റ്റുകളുടെ സംഘടനയായ കേരള പരസ്യകല എടപ്പാൾ യൂണിറ്റ് വർഷങ്ങളായി എടപ്പാൾ പൂരാട വാണിഭത്തിനൊരുക്കുന്ന കാഴ്ചക്കുല, ഓണത്തുമ്പി തുടങ്ങിയ കാഴ്ചവിസ്മയങ്ങളിലും ശ്രീജേഷ് പങ്കാളിയാണ്. വീടുകളുടെയും കെട്ടിടങ്ങളുടെയും ഇന്റീരിയർ, എക്സ്റ്റീരിയർ ഡിസൈൻ വർക്കാണ് പ്രധാനമായും ചെയ്തുവരുന്നത്. കൊടും വേനലിൽ ദാഹിച്ചു വലയുന്ന പറവകൾക്ക് ദാഹജലം നൽകുന്നതിന് പ്രേരണ നൽകുന്നതിനായി പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ 2011 തുടക്കം കുറിച്ച പറവകൾക്ക് സ്നേഹത്തണ്ണീർക്കുടം പദ്ധതിയുടെ പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം നടന്നു. ഷൊർണൂർ പോലീസ് സ്റ്റേഷനിൽ സംഘടിപ്പിച്ച ജില്ലാതല സ്നേഹതണ്ണീർക്കുടം പരിപാടികളുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ KA ഡേവി നിർവഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന സെക്രട്ടറി N ഷാജി തോമസ് അധ്യക്ഷത വഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം പാലക്കാട് ജില്ലാ സെക്രട്ടറി പ്രദീപ് ചെറുവാശ്ശേരി സ്വാഗതം പറഞ്ഞു. പ്രകൃതി സംരക്ഷണ സംഘം കോർഡിനേറ്റർ സജി മാത്യു പദ്ധതി വിശദീകരണം നടത്തി. സ്നേഹതണ്ണീർക്കുടം ബ്രോഷർ ജില്ലാ സെക്രട്ടറി പ്രദീപ് ചെറുവാശ്ശേരി സബ് ഇൻസ്പെക്ടർക്ക് കൈമാറി. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ PP അബ്ദുൾ റഷീദ്, KC പ്രദീപ്, K ജയശ്രീ, P പ്രസീത, K കമലം, K സുരേഷ് കുമാർ, K രവി തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റേഷന്റെ കീഴിലുള്ള ഓഫീസുകളിലും വീടുകളിലും പറവകൾക്ക് ദാഹജലമൊരുക്കുമെന്ന് പോലീസ് ഓഫീസർമാർ ഉറപ്പു നൽകി. പട്ടാമ്പിയിൽ SYS ഇഫ്താർ ഖൈമ യാത്രക്കാർക്ക് ആശ്വാസമേകുന്നു. വഴിയാത്രക്കാരായ നോമ്പുകാർക്ക് ഇഫ്താർ കിറ്റ് നൽകിയാണ് SYS വളണ്ടിയർമാർ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. നൂറുകണക്കിന് ആളുകൾക്ക് ആശ്വാസമാകുന്ന പ്രവൃത്തിയാണ് SYS പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്നത്.
മേലെ പട്ടാമ്പി അലക്സിയന് സമീപത്തെ പെട്രോൾ പമ്പിന് മുൻവശമാണ് SYS പട്ടാമ്പി സോൺ കമ്മിറ്റി റംദാൻ ക്യാമ്പയിന്റെ ഭാഗമായി ഇഫ്താർ ഗൈമ സജ്ജമാക്കിയിട്ടുള്ളത്. നോമ്പ് തുറക്കാൻ സമയമാകുമ്പോൾ ഈത്തപ്പഴം, വെള്ളം, പഴവർഗ്ഗങ്ങൾ, ലഘുഭക്ഷണങ്ങൾ അടങ്ങിയ കിറ്റുകളുമായി SYS സ്വാതന്ത്ര്യ വാളണ്ടിയർമാരും സോൺ നേതാക്കളും ഇവിടെ എത്തും. റോഡരികിൽ സജ്ജീകരിച്ച താൽക്കാലിക ട്രെൻഡ് കേന്ദ്രീകരിച്ചാണ് യാത്രക്കാർക്ക് കിറ്റുകൾ നൽകുന്നത്. വിശുദ്ധ റംദാൻ ആത്മവിശുദ്ധിക്ക് എന്ന പ്രമേയത്തിലാണ് റംദാൻ ക്യാമ്പയിൻ നടത്തിവരുന്നത്. ഇതിന്റെ ഭാഗമായുള്ള ഇഫ്താർ കൈമയിൽ തിരഞ്ഞെടുക്കപ്പെട്ട യൂണിറ്റുകളിൽ നിന്നുമുള്ള പ്രവർത്തകർ തയ്യാർ ചെയ്ത് ശേഖരിച്ച വിഭവങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. റംസാൻ ആദ്യം മുതൽ ഇതിന് വലിയ പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. വാഹനയാത്രക്കാർ, ഉദ്യോഗസ്ഥർ, നഗര കേന്ദ്രീകൃത ജോലിക്കാർ, ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ഓരോ ദിവസവും ഇഫ്താർ ഗൈമ വഴി നോമ്പ് തുറക്കുന്നുണ്ടെന്ന് SYS സോൺ നേതാക്കൾ സൂചിപ്പിച്ചു. ദി ക്ലബ് കൂറ്റനാടിന്റെ നേതൃത്വത്തിൽ റമദാൻ കിറ്റ് വിതരണം ചെയ്തു. ജാതിമത ഭേദമന്യേ അർഹരായ 100-ലേറെ പേർക്കാണ് ക്ലബ് അംഗങ്ങൾ കിറ്റുകൾ വീടുകളിൽ എത്തിച്ചു നൽകിയത്. ക്ലബ്ബ് രക്ഷാധികാരി കരീം, ക്ലബ്ബ് പ്രസിഡന്റ് ഹമദീന കിറ്റ് നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു. വരവൂർ പാലക്കൽ ഭഗവതി ക്ഷേത്രം കാർത്തികവേല വർണ്ണാഭമായി. വരവൂർ പാലക്കൽ കാർത്തികവേല വടക്കുമുറി, തെക്കുമുറി എന്നീ പ്രധാന പങ്കാളിത്തത്തോടെ ആവേശോജ്വലമായി. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. വടക്കുമുറി വിഭാഗത്തിന്റെ എഴുന്നള്ളിപ്പ് മുർക്കുളക്കു ശിവക്ഷേത്രത്തിൽ നിന്ന് പഞ്ചവാദ്യത്തോടുകൂടി ഗജവീരന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിലെത്തി. തെക്കുമുറി വിഭാഗത്തിന്റെ എഴുന്നള്ളിപ്പ് പാലക്കൽ ഭഗവതി ക്ഷേത്ര നടയിൽ നിന്ന് ആരംഭിച്ച് ക്ഷേത്രനടയിൽ തന്നെ സമാപിച്ചു. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ കൂട്ടിയെഴുന്നള്ളിപ്പും ഉണ്ടായി. വേലകൾ, തേര്, കാള, കുതിര, തിറ, മേളം എന്നിവ ക്ഷേത്ര പ്രദക്ഷിണം നടത്തി. വൈകിട്ട് ചുറ്റുവിളക്ക്, ദീപാരാധന, കേളി, തായമ്പക, 2 മണിക്ക് 2 വിഭാഗങ്ങളുടെയും പഞ്ചവാദ്യവും പൂരം ആവർത്തനവും ഉണ്ടായി. പുലർച്ചെ വടക്കുമുറി വിഭാഗം മൂർക്കുളങ്ങര ശിവക്ഷേത്രത്തിൽ നിന്ന് താലമെടുപ്പ്, തെക്കുമുറി വിഭാഗം കൊട്ടാരം മേതൃകോവിൽ ശിവക്ഷേത്രത്തിൽ നിന്നും താലം എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിലെത്തി. തുടർന്ന് കൂട്ടിയെഴുന്നള്ളിപ്പോടെ കാർത്തികവേലയ്ക്ക് സമാപനമായി. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.